ഈ കുടുംബത്തിന്റെ മേലൊരു കാർമേഘം ഉരുണ്ടുകൂടുമ്പോ കാറ്റായും വെളിച്ചമായും എന്ന് നീ ഉണ്ടാവണം. വീടിന്റെ വിളക്കായി. ശരി ശരി, വിളക്കോ പന്തോ കാട്ടുതീയോ ഒക്കെ ആയിക്കോളാം. ഇന്നിപ്പോ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കാതെ ഞാൻ വന്നതേ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹ വാർഷികം ആഘോഷിക്കാനാ. രണ്ടുപേരെയും ഞാൻ ഇന്ന് മണവാളനും മണവാട്ടിയുമാക്കി മാല ചാർത്തിക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാ ഞാൻ വന്നേക്കുന്നത്. ഏർപ്പാടോ? എന്ത് ഏർപ്പാട്? ആശാനെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മാലയൊക്കെ സൂപ്പർ തന്നെ, പക്ഷെ നിനക്കും ആ ഡോക്ടർ കൊച്ചിന് വിടാനുള്ളതല്ല. ഇവിടത്തെ മുത്തശ്ശിനെ മുത്തശ്ശിക്കുക. അയ്യോ എന്റെ ആശാനൊന്ന് പതുക്കെ, ഇങ്ങനെയൊന്നും പറയല്ലേ. നാലാള് കേട്ടോ എന്റെ പുറം പൊളിക്കും. ഞാനൊരു പാവം വർഷോപ്പുകാരനാ. എന്താടാ നീ പോകാൻ നിൽക്കണോ? അപ്പൊ ഇവിടെ നിന്നിട്ട് എന്തിനാ ആശാനെ? നമ്മളെ ഏൽപ്പിച്ച പണി നമ്മൾ ചെയ്തു, ഇനി പോവാം. നമ്മളെ അല്ല, നിന്നെ. ആ ഡോക്ടർ വെച്ച് നിന്നെ ഏൽപ്പിച്ച പണി. പണ്ടേ അവളുടെ സ്വഭാവം ഇതാ. ഒന്നിച്ചു പഠിച്ച കൂട്ടുകാരാണെന്നും പറഞ്ഞ് എല്ലാ പണിയും നിന്നെ ഏൽപ്പിക്കും. ഇടം വലം നോക്കാതെ സഹായിക്കാൻ നീയും. എന്നാ നിനക്കവളോട് പ്രേമമാണെന്ന് അവൾ അറിയുന്നുണ്ടോ? അതില്ലെന്താനും. എന്റെ ആശാനെ വീണ്ടും വീണ്ടും ഒന്ന് വിളിച്ച് കൂവല്ലേ. ഒന്നിച്ച് പഠിച്ചെങ്കിലും ഞാൻ പത്തിത്തോറ്റ് ആശാന്റെ കൂടെ വർഷാപ്പണിക്കാരനായി. അവളെ അതല്ല, മിടിക്കുക. പഠിച്ചു മുന്നേറി ഇപ്പതാ ഡോക്ടറാകാൻ പോകുന്നു. നമ്മൾ അവളുടെ ചങ്ക് സുഹൃത്ത് മാത്രം. കാമുകനാകാനുള്ള യോഗ്യതയൊന്നുമില്ല. അത് നീ അങ്ങ് വിട്ടുപിടി മോനെ. പുറത്തിത് പറയുമെങ്കിലും നിന്റെ ഉള്ളിലിപ്പ് വേറെയാണെന്ന് എനിക്കറിയാം. അതിനാ ഇവിടത്തെ മുത്തശ്ശനെയും മുത്തശ്ശിയും കൂട്ടുപിടിച്ച് നീ ഈ വീട്ടില് സർവതന്ത്ര സ്വതന്ത്രനായി കയറി ഇറങ്ങുന്നത്. ആ എന്റെ ശിഷ്യൻ വർക്ക്ഷോപ്പ് പണിയും ഓട്ടോ പണിയും വിട്ട് ആ പെൺകൊച്ചിന്റെ കഴുത്തിൽ ഒരു മിന്നി കെട്ടുന്നത് കാണാനാ എന്റെ ആഗ്രഹം. അതൊന്ന് നടന്നാ മതിയായിരുന്നു. നടക്കും ആശാനെ. അതെ, പ്രേമത്തിന് കണ്ണും കാതും ഇല്ലെന്നാ പറയുന്നത്. ഇതും നടക്കും. ഇന്നിവിടെ നടക്കും പോലെ ഞങ്ങളുടെ കല്യാണവും ഒരു നാൾ നടക്കുമെന്ന് ഉറപ്പാ. അതും എടുക്ക്. കൈ കൊടുക്കാണട്ടെ.